സെമിത്തേരികൾ യാക്കോബായ വിഭാഗത്തിനും തുറന്നു നൽകണമെന്ന സുപ്രീം കോടതി ഉത്തരവിനെതിരെ ഓർത്തഡോക്സ് സഭ. സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് പരിഷ്കരിക്കണമെന്ന ഓർത്തഡോക്സ് സഭയുടെ സത്യവാങ്മൂലം. വിവരങ്ങൾ നൽകാനായി ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലഗോപാൽ, ഈ ഒരു കോടതി ഉത്തരവിനെ മറികടക്കാനാണ് ഓർത്തഡോക്സ് സഭയുടെ നീക്കം. എന്താണ് സത്യവാങ്മൂലത്തിന്റെ ഉള്ളടക്കം? ഹിമ, സുപ്രീം കോടതിയിൽ നേരത്തെ ഓർത്തഡോക്സ് സഭ ഈ ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു. ഇതിന് പുറമെ മറ്റൊരു അധിക സത്യവാങ്മൂലമാണ് ഇപ്പോൾ കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. കാരണം നേരത്തെ സുപ്രീം കോടതി പറഞ്ഞിരുന്നത് 1934 സഭാ ഭരണഘടന ഈ സെമിത്തേരികളിൽ നിർബന്ധമാക്കരുതെന്നായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. അതായത് സെമിത്തേരികൾ ഉപയോഗിക്കുന്നവർ 1934 ഭരണഘടന പാലിക്കണമെന്ന ഒരു നിബന്ധന പാടില്ലായിരുന്നു എന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. ഈ നിർദ്ദേശത്തിനെതിരെയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശം പരിഷ്കരിക്കണമെന്നാണ് ഈ ഓർത്തഡോക്സ് സഭ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഈ അധിക സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് 1934 ഭരണഘടന അംഗീകരിക്കണമെന്ന വ്യവസ്ഥ ഇല്ല എങ്കിൽ യാക്കോബായ വിഭാഗത്തിൽപ്പെട്ട വൈദികരും ഈ സെമിത്തേരിയിൽ ഈ ശവസംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾക്കായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിരിക്കും. അത് ഈ പള്ളികളിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിലേക്ക് മാറിയേക്കുമെന്ന ആശങ്കയാണ് ഓർത്തഡോക്സ് സഭ ഇപ്പോൾ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ യാക്കോബായ പുരോഹിതർ ഓർത്തഡോക്സ് സെമിത്തേരിയിൽ ഓർത്തഡോക്സ് മലങ്കര സഭാ പള്ളികളിൽ ശുശ്രൂഷ നടത്തിയാൽ അത് തർക്കത്തിന് കാരണമാകുമെന്നും സമാധാന അന്തരീക്ഷം തകരുമെന്നും ഈ സത്യവാങ്മൂലത്തിൽ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നേരത്തെ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരുന്ന ആദ്യ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത് 2020 നിയമസഭ പാസാക്കിയ സെമിത്തേരി നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികൾ നടക്കുന്നതെന്നാണ്. പക്ഷേ ഈ അധിക സത്യവാങ്മൂലത്തിൽ കൃത്യമായി തന്നെ ഈ 34 സഭാ ഭരണഘടന പാലിക്കാത്തവർക്ക് അല്ലെങ്കിൽ അംഗീകരിക്കണമെന്ന ഒരു നിബന്ധന ഈ സെമിത്തേരികളെ സംബന്ധിച്ച് ബാധകമാക്കരുതെന്ന നിർദ്ദേശത്തിൽ ഭേദഗതി വരുത്തണമെന്നാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ സുപ്രീം കോടതിയോട് ആവശ്യപ്പെടുന്നത്. സിമ, ശരി, തീർച്ചയായും സെമിത്തേരികൾ യാക്കോബായ വിഭാഗത്തിന് തുറന്നു നൽകണമെന്ന സുപ്രീം കോടതി ഉത്തരവിനെതിരെയാണ് ഓർത്തഡോക്സ് സഭ ഇപ്പോൾ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.